ലോ അക്കാദമി സമരവും കഴിഞ്ഞു, ക്ലാസും തുടങ്ങി. അപ്പോഴാണ് സമരത്തിൽ SFIക്ക് അത്ര കളറ് കിട്ടിയില്ലെന്ന് പാർട്ടി വിലയിരുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് താത്വികമായ വിലയിരുത്തൽ സമരത്തെക്കുറിച്ച് നടത്താമെന്ന് പാർട്ടി സെക്രട്ടറി തീരുമാനിച്ചു. അദ്ദേഹം നടത്തുന്ന പ്രസംഗമാണ് ഇനി. ആദ്യമായി SFIക്കേറ്റ ക്ഷീണം മാറാൻ നിരാഹാരമിരുന്ന BJP നേതാവ് മുരളീധരനെയും രാജേഷിനെയും പാർട്ടി സെക്രട്ടറി ഒന്ന് കളിയാക്കുവാണ്. എല്ലാവരും സന്തോഷിച്ചാട്ടെ. എന്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. മിസ്റ്റർ ധരം, തല എവിടെയാണ്? തല ഇവിടെ? അതല്ല, തല വെക്കുന്നത് അവിടെയാണോ ഇവിടെയാണോ? ഇവിടെ. ഓ ആയിക്കോട്ടെ. ഭഗവാൻ. മിസ്റ്റർ ധരം, വൈകിട്ട് എന്താ കഴിച്ചത്? പരിപ്പും ഉരുളക്കിഴങ്ങും. റിസ്ക് എടുക്കണ്ട. വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്തത് മനസ്സിലാക്കാം. അതിനിടയിൽ നുഴഞ്ഞു കയറി BJPയുടെ നേതാവ് 2 ദിവസം നിരാഹാരം പ്രഖ്യാപിച്ചു. 2 ദിവസം നിരാഹാരം കിടന്ന BJP നേതാവ് പറഞ്ഞു, ഇനി ഞാൻ അനിശ്ചിതകാലം നിരാഹാരമാണെന്ന്. കാരണം BJPയുടെ നിരാഹാരം നമ്മുടെ നിരാഹാരം പോലെയല്ല എന്നിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ പാർട്ടിക്കാർ നിരാഹാരം കിടന്നാൽ ഒന്നും കഴിക്കൂല, നിരാഹാരം തന്നെയാണ്. ഇതെന്താണെന്നറിയോ? രാത്രിയാവുമ്പോൾ നിരാഹാരക്കാരനെ കാണൂല. അയാൾ രാത്രി പുറപ്പെടും ഒരു കാറിൽ, ഒരു വലിയ ബാഗും എടുത്തിട്ടാണ് പോക്ക്. ഇതെന്തിനാണ് ഈ രാത്രി? എവിടെയാണ് ഇയാൾ പോയത്? എന്താ എന്താ പറ്റി? ആരെങ്കിലും ടോയ്ലറ്റിൽ പോകാൻ ഇത്ര വലിയ ബാഗ് കൊടുത്തിട്ട് ടോയ്ലറ്റിൽ പോകാൻ? അടുത്തതായി കോട്ടയത്ത് പണ്ട് നിരാഹാരം നടത്തിയ ഒരു MLA രാത്രി സാപ്പാട് തട്ടിയതിനെക്കുറിച്ചുള്ളതാണ് തമാശ. എല്ലാവരും വീണ്ടും സന്തോഷിച്ചാട്ടെ. നമ്മുടെ പഴയ ഭരണകാലത്താണ് ഗൗരിയമ്മ, നായനാറൊക്കെ മന്ത്രിയായ കാലത്ത്, ഗൗരിയമ്മ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് കോട്ടയത്ത് ഒരു MLA നിരാഹാരം കിടന്നു. 3 ദിവസം നിരാഹാരം കിടന്നപ്പോൾ ആ MLAക്ക് ക്ഷീണമായി. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഈ സത്യാഗ്രഹ പന്തൽ വന്നിട്ട് ആ MLAയോട് ചോദിച്ചു പോയി, അല്ല MLAക്ക് ക്ഷീണമുണ്ടോ? അപ്പൊ MLA പറഞ്ഞേ എനിക്ക് ക്ഷീണമൊന്നുമില്ല. അപ്പൊ പോലീസ് ഓഫീസറോട് ചോദിച്ചു, MLAക്ക് ഒന്ന് കുളിക്കണം അല്ലേ? അപ്പൊ MLA പറഞ്ഞു, കുളിക്കണം. ഉടനെ കുളിക്കാൻ കൊണ്ടുപോയി. കുളിച്ചു വരുന്നപ്പോൾ അയാൾ ഉഷാറായി. നല്ല പൊടിഞ്ഞരിക്കഞ്ഞി, നല്ല കോഴിയിറച്ചി, ഇത് മേശപ്പുറത്ത് വെച്ചുകൊടുത്തതോടുകൂടി MLA ഉഷാറായി. പിറ്റേ ദിവസം വൈകുന്നേരമായ CI പറഞ്ഞു, അല്ല MLA കുളിക്കണ്ടേ? എനിക്ക് കുളിക്കണം. ദിവസവും കുളി. ഓരോ കുളി കഴിഞ്ഞ് വരുന്നോളും MLA ഉഷാറായി. അവസാനം നിരാഹാര സമരം എത്ര നീട്ടുന്നതിനും കുഴപ്പമില്ലെന്നായി. ഗൗരിയമ്മ പറഞ്ഞു, ഇവനെ ചർച്ചയ്ക്ക് വിളിക്കുന്ന പ്രശ്നമില്ല. അവസാനം നായനാർ ഇടപെട്ടിട്ട് പറഞ്ഞു, ഏതായാലും ഒരു MLA ഇല്ലേ, ഇത്ര ദിവസം കിടക്കുകയല്ലേ, ചർച്ചയെ തീർക്കുക. എത്ര ദിവസം കിടന്നാലും പ്രശ്നമില്ല എന്ന് ആ MLA എന്ന് തെളിയിച്ചു. ആളെ പേരിപ്പം ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ എങ്ങനെയാ ചെയ്തത്. അങ്ങനെയാണത് പുറത്തു വന്നത്. പത്രത്തിൽ വന്നതായതുകൊണ്ട് പറയുക, നമ്മുടെ PC ജോർജ് ആയിരുന്നു ഈ കഥാപാത്രം. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ഇത് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ എങ്ങനെയാ ചെയ്തത്. നീ ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഇനി K മുരളീധരൻ നിരാഹാരമിരുന്നതിൻ്റെ ഘടനാപരമായ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടുകയാണ്. വീണ്ടും സന്തോഷിച്ചാട്ടെ. എനിക്ക് വയ്യ, വിശന്നിട്ട് തല ഇറങ്ങുക. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞിട്ട് അവസാനം തന്തയില്ലാത്ത പരിപാടി കാണിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് മെല്ലെ പറയടൂ, ആൾക്കാർ കേൾക്കും. എല്ലാരും കേൾക്കട്ടെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടെങ്കിലും പോകും.
എനിക്ക് വിശന്നിട്ട് വയ്യ. കെ മുരളീധരൻ BJP ഇങ്ങനെ കിടക്കുന്നെന്ന് കണ്ടപ്പോഴാണ് ഇവിടുത്തെ MLA-ക്ക് ബോധം വന്നത്. എന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ നടക്കുകയല്ലേ, ഇങ്ങനെ ഒരാൾ വന്ന് കിടക്കുകയല്ലേ എന്ന് ഇവിടുത്തെ MLA-ക്ക് തോന്നി. ഭൂമി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ അയാളുടെ സമരം. അയാൾ 5 കൊല്ലം MLA ആയപ്പോൾ ഏടിയായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെങ്കിൽ അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ 5 കൊല്ലത്തിനിടയിൽ? യഥാർത്ഥത്തിൽ ആരാണ് ഈ ഭൂമി കൊടുത്തത്? കെ മുരളീധരന്റെ സ്വന്തം പിതാവ് കെ കരുണാകരൻ, അദ്ദേഹമാണ് ഇത് പതിച്ചു കൊടുത്തത്. യഥാർത്ഥത്തിൽ മുരളീധരൻ നിരാഹാരം കിടക്കേണ്ടിരുന്നത് അവിടെ കരുണാകരന്റെ ഒരു പ്രതിമയുണ്ട് ആ വെള്ളയമ്പലത്ത്. ആ വെള്ളയമ്പലത്തിൽ പോയിട്ട് നിരാഹാരം കിടക്കുന്നതിന് പകരം ഇവിടെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശവത്തെ കുത്തരുത്. കഴിഞ്ഞില്ല. ലോ അക്കാദമി സമരത്തിൽ വിദ്യാർത്ഥികൾക്ക് വിരുന്ന് നൽകിയവർക്കുള്ള കോടിയേരി വക വിരുന്നാണ് ഇനി. അങ്കക്കലി പൂണ്ടുപോയി. ഇവിടെ മൂന്നാറിൽ ഒരു പെൺപിളെ ഒരുമയുണ്ടായി. ഇവിടെ ആരോ വന്നിട്ട് പറഞ്ഞു ഇതും ഒരു പെൺപിളെ ഒരുമയാണ്. അവിടെ മൂന്നാറിൽ പെൺപിളെ ഒരുമക്കാരെയും കൂട്ടി ഡൽഹിയിൽ പോയി. അവർക്ക് വിരുന്ന് ഡൽഹിയിൽ കൊടുത്തു, മന്ത്രിമാരുടെ വീട്ടിൽ. ഇവിടെ മന്ത്രിമാരെ ഒരു മന്ത്രി കൊടുത്തു വിരുന്ന്, BJP-യുടെ പ്രസിഡന്റ് കൊടുത്തു വിരുന്നു. ഇനി മറ്റ് നേതാക്കന്മാരൊക്കെ വിരുന്നുമായിട്ട് കുട്ടികളെ വിളിക്കാൻ തുടങ്ങി. തൽക്കാലം വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ഒരു ആവേശമായിട്ട് തോന്നും. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ആ പെൺപുളി ഒരുമയിൽപ്പെട്ട ആളുകളും ഇങ്ങനെ പല സ്ഥലത്തും ചെന്നുപെട്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാറിൽ പോയപ്പോൾ ആ പെൺപുളി ഒരുമയുടെ നേതാവ് CPM-ന്റെ പൊതുയോഗത്തിൽ വന്നിരിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു എന്നതാണ് വസ്തുത. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വീണ്ടും ആരും പോകരുത്. ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട്ട് നിന്ന് KC അബുവിന്റെ തറ പ്രസംഗം കേൾക്കാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് കേരളത്തിലെ എല്ലാ കവലകളിലും സരിതയുടെ ഫോട്ടോ അവർ പ്രദർശിപ്പിച്ചു. സരിത എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ത്രീയാണ്.